യഹൂദിയായിലെ ഒരു ഗ്രാമത്തിൽ ഒരു ധനുമാസത്തിൽ കുളിരും രാവിലെ. ഈ വർഷത്തിലെ ഞങ്ങളുടെ ഫസ്റ്റിലെ ധനുമാസ പുലരിയാണ് കേട്ടോ. എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ലൊരു കോളടിച്ചൊരു ദിവസം കൂടിയായിരുന്നു കേട്ടോ. അപ്പം എല്ലാവർക്കും കൂട്ടുകാരെ അറിയണ്ടേ. അപ്പം ഇന്ന് രാവിലെ തന്നെ പതിവില് നേരത്തെ തന്നെ ഇന്ന് കുഞ്ഞാറ്റ എണീച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. കാരണം വേറൊന്നുമല്ല, കുഞ്ഞാറ്റയ്ക്ക് നല്ല പനിയായിരുന്നു. രാത്രി മുഴുനീളം ഉറങ്ങിയിട്ടേ ഇല്ല കേട്ടോ. രാവിലെ ഇന്ന് 5 മണിക്ക് എണീച്ചതും നമ്മൾ എങ്ങനെയെന്നറിയോ, നമ്മുടെ ഈ ഭക്തിഗാനം കേട്ടിട്ടാണ് കേട്ടോ, നമ്മുടെ അടുത്തുള്ള നമ്മുടെ പള്ളിയിൽ നിന്ന്. അപ്പോൾ ആ ഗാനം കേട്ട് ഞങ്ങൾ അങ്ങനെ കുറച്ച് നേരം കൂടി കിടന്നു. പിന്നെ അവൾക്ക് ചായ വേണമെന്നൊക്കെ പറഞ്ഞപ്പോൾ പിന്നെ കുഞ്ഞാറ്റയ്ക്ക് റസ്ക്കും ചായയും കൂടി ഉണ്ടാക്കി കൊടുത്തു കേട്ടോ. പിന്നെയും കുറച്ച് നേരം കൂടി ഞങ്ങൾ റെസ്റ്റ് ചെയ്തു. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മഞ്ഞല്ലേ, കൊച്ചിനെ ഇറക്കാൻ പറ്റില്ലല്ലോ എന്നും പറഞ്ഞുകൊണ്ട് കേട്ടോ. അപ്പോൾ അവളാണെങ്കിൽ പിടിവാശി. പിന്നെ ഞാനൊരു തൊപ്പിയൊക്കെ ഇട്ടിട്ട് ആളെ പുറത്തേക്ക് ഇറക്കിയത് കേട്ടോ. ഇന്ന് നല്ല പനിയായിരുന്നു. രാത്രി ഉറങ്ങാൻ പറ്റിയിട്ടില്ല ഞങ്ങൾക്ക്, അമ്മയ്ക്കും മോൾക്കും അതേപോലെ തന്നെ അമ്മമ്മയ്ക്കും കേട്ടോ. ഇന്ന് പിന്നെ അമ്മയ്ക്ക് ഇന്ന് പണിയും കൂടി തുടങ്ങുന്ന ദിവസം കേട്ടോ, തൊഴിലുറപ്പ് പണി. അപ്പോൾ ഇന്ന് എന്തായാലും നേരത്തെ ഭക്ഷണമൊക്കെ വെക്കണമല്ലോ എന്ന് പറഞ്ഞ് കിടക്കാൻ പറ്റില്ല. ഒന്നാന്ന് വെച്ചാൽ നല്ല തണുപ്പായിരുന്നു. പിന്നെ അതിലുപരി നമുക്ക് പുതച്ച് കിടന്നാലും തണുപ്പ് നിൽക്കുന്നേയില്ല. എന്നാൽ പിന്നെ നമ്മൾ എണീച്ച് നമ്മൾ എന്തെങ്കിലുമൊക്കെ ജോലി ചെയ്യാന്നുണ്ടെങ്കിൽ നമുക്ക് ആ തണുപ്പിനെ നമുക്ക് പ്രതിരോധിക്കാൻ പറ്റുമല്ലോ എന്നും വിചാരിച്ചിട്ട് അങ്ങനെ പിന്നെ നമ്മൾ കിടന്നില്ല. കുഞ്ഞാറ്റയ്ക്ക് ഒരു തൊപ്പി ഇട്ട് കൊടുത്തിട്ട് അവളവിടെ കാർട്ടൂൺ ഇട്ട് കൊടുത്ത് അവിടെ നിർത്തിയിട്ടുണ്ട് കേട്ടോ. ഇരുത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി അവൾക്ക് എന്തെങ്കിലും ഇനി വേണമെന്ന് പറയുമ്പോഴത്തേന് ഇനി ഓരോന്ന് ഉണ്ടാക്കി കൊടുക്കട്ടെ. പിന്നെ ആൾ ഇനി വാശി പിടിച്ചോണ്ടേ ഇരിക്കുകയാണ് കേട്ടോ. അപ്പം ഞാൻ എന്തായാലും രാവിലെ എണീച്ചു. അങ്ങനെ അവൾക്ക് കഴിക്കാൻ കാപ്പിയും അതേപോലെ തന്നെ റസ്കൊക്കെ കൊടുത്തു. പിന്നെ ഞാനിതാ നേരെ അടുപ്പിൽ തീയൊക്കെ മൂട്ടി നമ്മളിതാ ചോറിന് അരി ഇടുകയാണ് കേട്ടോ. അപ്പം ഇനി ഇതുകൂടി കഴിഞ്ഞിട്ട് വേണം ബാക്കി ചായക്ക് കടിയൊക്കെ ഉണ്ടാക്കണം കേട്ടോ. ഇന്നലെ ഒരുപോലെ കണ്ണടയ്ക്കാത്തതുകൊണ്ട് കണ്ണിനൊക്കെ ഭയങ്കര ഒരു പ്രയാസവും കാര്യങ്ങളും, മനസ്സിനും തന്നെ കേട്ടോ ഒരു ഉന്മേഷവും, അല്ലെങ്കിൽ നമുക്ക് നല്ലൊരു ധനുമാസ പുലരിയെ പറഞ്ഞിട്ട് കാര്യമില്ല. പക്ഷെ നമുക്ക് ഇന്ന് എന്താ എന്നൊരു സന്തോഷമില്ലാത്തൊരു ദിവസം കൂടിയാണ് കേട്ടോ. അങ്ങനെ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മോക്ക് സുഖമില്ല. പിന്നെ രാജേഷ് ചേട്ടന് കുറേ ദിവസമായിട്ട് സുഖമില്ലാതിരിക്കുന്നതാണല്ലോ. അപ്പോൾ അമ്മമ്മ ഏതാ എണീച്ചിരിക്കുന്നു, തലയിൽ തൊപ്പിയൊക്കെ ഇട്ടിട്ട് അതാ സെറ്ററൊക്കെ ഇട്ടിട്ടോ. അമ്മയ്ക്കാണെങ്കിൽ കാലിൽ കൂടെ തണുപ്പ് കയറലൊക്കെ ആയിട്ട് രാത്രി ഉറങ്ങാൻ പറ്റിയിട്ടേ ഇല്ല കേട്ടോ. അങ്ങനെ മാവൊക്കെ എന്തായാലും ഞാൻ തലേ ദിവസം തന്നെ എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. നോക്കുമ്പോൾ കുറച്ചും കൂടി ഉപ്പൊക്കെ ഇട്ടിട്ട് ഞാൻ ഒന്നും കൂടി ഒന്ന് ഇളക്കി ഒക്കെ പാകത്തിനാക്കി എടുത്തു കേട്ടോ. പിന്നെ ഞാൻ മുറ്റടിക്കാൻ പോകണം എന്നൊക്കെ വിചാരിച്ചു. മഞ്ഞത്തു കൂടെ മുറ്റടിക്കണ്ടേന്ന് വിചാരിച്ചിട്ടേ, എന്നാൽ വെയിലൊക്കെ ഉദിച്ചതിന് ശേഷം മുറ്റടിക്കാലോ എന്ന് വിചാരിച്ചിട്ടോ. മുറ്റടിക്കാൻ വേണ്ടി ഇറങ്ങി ചൂലൊക്കെ എടുത്തു. പിന്നെ വിചാരിച്ചു വേണ്ട, ഇനി മഞ്ഞ് കൊണ്ടാലോ എന്ന് വിചാരിച്ചു ഞാൻ ആദ്യം തോത്തുമുട്ടൊക്കെ തലയിലിട്ടിട്ടാണ് പോയത് കേട്ടോ. നോക്കുമ്പോൾ നല്ല മഞ്ഞ് കേട്ടോ. എന്നാൽ ശരി, ഇപ്പോൾ ഈ പണി നടക്കില്ല, ആ പണി കുറച്ചും കൂടി വൈകിട്ടാണെങ്കിൽ നമുക്ക് ചെയ്യാലോ. ഇത് പിന്നെ അമ്മ പോകുമ്പോഴത്തേനും എന്തായാലും ചായക്ക് കഴിക്കാൻ എന്തെങ്കിലും വേണ്ടതെന്ന് വിചാരിച്ച് ഞാൻ പിന്നെ വേഗം ഇഡ്ഡലിക്കുള്ളതെല്ലാം എണ്ണയൊക്കെ പുരട്ടി ഇഡ്ഡലി മാവൊക്കെ റെഡിയാക്കിയിട്ട് മാവ് ഒഴിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇന്ന് പിന്നെ കുഞ്ഞാറ്റേനെ ഹോസ്പിറ്റലിൽ കൂടി കൊണ്ടുപോകണം. ഏട്ടന് ഇന്ന് പണിയുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. പാവം ഏട്ടന് വണ്ടിയുടെ ടെസ്റ്റ് കിട്ടാത്തതിൻ്റെ ടെൻഷനും കാര്യങ്ങളായിട്ട് അങ്ങനെ, പിന്നെ കൈവേദന, നമുക്ക് വേറെ ജോലിക്കൊന്നും പോകാൻ പറ്റാത്ത ഒരു ടെൻഷനും കാര്യങ്ങളൊക്കെ ആയി. പിന്നെ നമ്മുടെ ബാധ്യതകളും കാര്യങ്ങളൊക്കെ ഓർത്തിട്ട് എന്താണെന്നറിയില്ല, ഏട്ടന് ഭയങ്കര ടെൻഷനും കാര്യങ്ങളും. കൂട്ടത്തിൽ നമുക്ക് കൂട്ടോ എന്തായാലും നമുക്ക് ആരോഗ്യം അതേപോലെ തന്നെ നമുക്ക് വേറെ ഒരു ഇതുമില്ലെങ്കിൽ തന്നെ നമ്മുടെ ജീവിതം സന്തോഷകരമാണ് അല്ലേ. നമുക്ക് എന്താ പറയുക, ഒരു നേരം ഭക്ഷണം കഴിക്കാനോ അല്ലെങ്കിൽ 2 നേരം ഭക്ഷണം കഴിക്കാനുള്ളൂ വെച്ചെങ്കിൽ നമുക്ക് അതൊരു സന്തോഷം തന്നെയാണ്. അപ്പോൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാം കൂടി നമുക്കൊരു കൂടി കലർന്നൊരു ദിവസം കൂടിയാണ് കേട്ടോ. ഇനിയിപ്പോൾ എന്തായാലും ഇതൊക്കെ കഴിഞ്ഞിട്ട് വേണം കുഞ്ഞാറ്റേനെയും കൊണ്ട് ഹോസ്പിറ്റലിലേക്ക് പോകണം. അപ്പം ഞാൻ പെട്ടെന്ന് ഇഡ്ഡലിയൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കട്ടെ കേട്ടോ. ഇനിയിപ്പോൾ ഇതിലേക്ക് എന്താ ഉണ്ടാക്കണമെന്ന് വിചാരിച്ചു. തക്കാളിയും സവോളയും എല്ലാം ഇരിപ്പുണ്ടായിരുന്നു കേട്ടോ. ആദ്യം വിചാരിച്ചു തക്കാളി ചമ്മന്തി ഉണ്ടാക്കിയാലോ, സവോള വെച്ചിട്ടൊക്കെ ചമ്മന്തി ഉണ്ടാക്കിയല്ലോ. പിന്നെ നമുക്ക് ഇരട്ടി പണിയാണല്ലോ. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് സവോള വാട്ടണം, തക്കാളി വാട്ടണം, പിന്നെ അത് ചൂടാറണം, പിന്നെ അത് മിക്സിയിലിട്ട് അരയ്ക്കണം. അങ്ങനെ ഒരുപാട് ടൈം എന്തായാലും അതിന് പോവുമല്ലോ. അപ്പോൾ അങ്ങനെ എന്തായാലും ഞാൻ ഇത് അരച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ ചട്ടിനി ഉണ്ടാക്കാമല്ലോ എന്ന് വിചാരിച്ചു. തേങ്ങ പൊട്ടിച്ചാൽ ഇത് അമ്മമ്മയും കുട്ടി ഇതാ നല്ല മഞ്ഞാണ് കേട്ടോ. ഒരു തൊപ്പിയൊക്കെ ഇട്ട് കൊടുത്തിട്ട് നല്ല പനിക്കുന്നുണ്ട്. മൂക്കടഞ്ഞിട്ടാണെങ്കിലും ഒന്ന് രാത്രി ഉറങ്ങാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അങ്ങനെ പല്ല് തേക്കാനുള്ള വെള്ളമൊക്കെ ചൂടുവെള്ളമായിട്ട് ഇട്ട് കൊടുത്തത്. അപ്പോൾ അങ്ങനെ രണ്ടുപേരും കൂടി അവിടെ പല്ല് തേക്കുന്നുണ്ട് മുറ്റത്ത് നിന്നിട്ട്. നല്ല മഞ്ഞിന് ഒരു കുറവില്ല. കാരണം നമ്മുടെ ഈ മലമ്പ്രദേശം ആയതുകൊണ്ട് വീടിൻ്റെ സൈഡിലൊക്കെ മലകളൊക്കെ ആയതുകൊണ്ട് മഞ്ഞ് നല്ല മഞ്ഞാണ് കേട്ടോ. തണുപ്പ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു 5 മണി 4 മണി കഴിയുമ്പോഴത്തേന് തന്നെ നല്ല തണുപ്പ് വരും. അരിയൊക്കെ അടുപ്പത്തിട്ട് ചോറൊക്കെ തിളച്ചുകൊണ്ട് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോഴത്തേനും ഒരു ട്രിപ്പ് ഇഡ്ഡലി മാവൊക്കെ ഒഴിച്ച് വെച്ചിട്ടുണ്ട്. അന്ന് ഇഡ്ഡലിയൊക്കെ ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിലേക്ക് തേങ്ങ ചട്നി ഉണ്ടാക്കിയാലോ എന്നാട്ടോ ഞാൻ വിചാരിക്കണം. അതാകുമ്പോൾ എളുപ്പമല്ലേ.
അപ്പോൾ ഞാൻ അമ്മേനോട് ഒരു തേങ്ങ പൊളിച്ച് തരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. പൊളിച്ചതെല്ലാം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ തേങ്ങയ്ക്കാണെങ്കിലും ഭയങ്കര ക്ഷാമമാണ് കേട്ടോ. നമുക്ക് എണ്ണി ചുട്ടാപ്പം പോലെ എന്നൊക്കെ പറയുന്നത് പോലെ നമ്മൾ ഓരോന്ന് വീണ് കിട്ടുന്നതുകൊണ്ടൊക്കെയാണ് കേട്ടോ. തേങ്ങ വെട്ടാനോ തേങ്ങ ഇറക്കാനോ ഒന്നും ആകെ 2 തെങ്ങുണ്ട് കേട്ടോ. അതിലേക്കാണെങ്കിൽ ആളെ വിളിച്ചാൽ കിട്ടുന്നില്ല. അപ്പോൾ നമ്മൾ ഉണക്കത്തേങ്ങയൊക്കെ ഇങ്ങനെ വീഴുമ്പോൾ ഓരോന്ന് കിട്ടുന്നത് അതൊക്കെ കൂട്ടിയിട്ടാണ് നമ്മൾ ഓരോന്ന് എപ്പോഴെങ്കിലുമൊക്കെ ഉപയോഗിക്കും കേട്ടോ. പിന്നെ പുട്ടിനാണെങ്കിലും നിർബന്ധമാണല്ലോ, നമുക്ക് പുട്ടിന് തേങ്ങ അല്ലാതെ ഒന്നും പറ്റിയല്ല. അപ്പോൾ കഴിഞ്ഞ ദിവസമൊക്കെ 2-3-4 ദിവസം അടുപ്പിച്ച് പുട്ടന്നെ ആയിരുന്നു കേട്ടോ. പിന്നെ എന്തൊക്കെയുണ്ട് എല്ലാവരുടെയും വിശേഷം? എല്ലാവരും സുഖമായിരിക്കണോ? അപ്പോൾ നമ്മുടെ ദിവസങ്ങൾ ഇങ്ങനെയൊക്കെയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ വിചാരിക്കും കേട്ടോ, ചില സമയത്ത് നമ്മൾ വിചാരിക്കും ഞാൻ എന്താ ഈശ്വര അങ്ങനെ, നമുക്ക് ഓവർ തിങ്കിങ്, അയ്യോ ഇനിയിപ്പോൾ നാളെ എന്ത് ചെയ്യും, മറ്റന്ന് എന്ത് ചെയ്യും, അതിങ്ങനെ ആയാലും എന്ത് ചെയ്യും, അയ്യോ നമുക്കിനി പോവാനാ, അങ്ങനെ നമുക്ക് ഓരോരോ, അത് നമ്മൾ സ്വാഭാവികമാണ്. നമ്മൾ ആരായാലും ഇങ്ങനെ ഓരോ കാര്യങ്ങൾ ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടേയിരിക്കും. കാരണം നമുക്ക് പുറത്തിറങ്ങി അല്ലെങ്കിൽ ഒരു ജോലിക്ക് പോകാൻ പറ്റില്ല, അല്ലെങ്കിൽ നമുക്ക് നമ്മുടേതായ ആവശ്യങ്ങൾക്ക് എന്തെങ്കിലും 10 രൂപ കിട്ടാനില്ല, അല്ലെങ്കിൽ പിന്നെ നമുക്ക് എന്താ പറയുക, നമ്മുടെ കാര്യങ്ങൾ ആയാലും ശരി, നമ്മൾ സ്വന്തമായിട്ട് അധ്വാനിച്ച് 10 രൂപ കിട്ടി നമുക്കത് ചിലവാക്കുമ്പോൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കൊരു ഹാപ്പിനെസ് വേറെ തന്നെയാണ്. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇഷ്ടപ്പെട്ടത് ഇഷ്ടം പോലെ നമുക്ക് എന്തെങ്കിലും ആവശ്യപ്പെട്ടത് നമുക്ക് മേടിക്കാം. പിന്നെ പൊതുവേ ഞാൻ കുറച്ച് പിശുക്കത്തിയാണ് കേട്ടോ. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ സാഹചര്യങ്ങളൊക്കെ നമ്മൾ അങ്ങനെയായിരുന്നു കേട്ടോ ചെറുപ്പം മുതലേ. അതുകൊണ്ട് ഞാൻ എപ്പോഴും പിശുക്കിയാണ് കേട്ടോ ജീവിച്ചിട്ടുള്ളതൊക്കെ. അപ്പോൾ ഇപ്പോഴും നമ്മൾ അങ്ങനെ തന്നെയാണ്. പക്ഷെ എന്നാൽ കൂടി നമുക്ക് എവിടെ എത്തുന്നില്ല എന്ന് മാത്രം കേട്ടോ. എന്നാൽ ചിലവർ പറയും എന്താ കുറേ പിശുക്കി എടുത്ത് വെച്ചിട്ട് എന്താ ഇന്ന് കഴിഞ്ഞു പിന്നെയല്ലേ നാളേക്ക് എന്നൊക്കെ. പക്ഷെ അത് പറഞ്ഞിട്ട് കാര്യമില്ല. നമുക്ക് നാളെ ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് നാളെ അല്ലെങ്കിൽ നമ്മൾക്കൊരു എന്താ പറയുക, നമ്മുടെ ആരോഗ്യം എപ്പോഴും നമുക്ക് ഉണ്ടായി എന്ന് വിചാരിക്കില്ല. ഇന്നിപ്പോൾ നമുക്ക് വഹിച്ചെങ്കിൽ നമ്മൾ ജോലിക്ക് പോകും, നാളെ ഒരു നേരം വയ്യെങ്കിൽ നമുക്കത് മാറ്റി വെച്ചാലേ പറ്റുള്ളൂ. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഒരു ശീലങ്ങളും കാര്യങ്ങളും ഞാൻ ശീലിച്ചു വന്നിട്ടുള്ളത് കേട്ടോ. കാരണം നമുക്ക് ചെറുപ്പം മുതലേ നമ്മളെ സഹായിക്കാനോ നമ്മളെ ഹെൽപ്പ് ചെയ്യാനോ ഒന്നിനും ഒരാൾ നമ്മുടെ സപ്പോർട്ടിങ് ആയിട്ട് നമ്മുടെ ഫാമിലിയിൽ നിന്നായാലും ശരി ആരായാലും നമുക്ക് ഉണ്ടായിട്ടില്ല കേട്ടോ. കുഞ്ഞാറ്റതാ ഞാൻ ചട്ടണിയിലേക്ക് ഇത് പറിക്കാൻ പോയപ്പോഴേ, കറിവേപ്പില പറിക്കാൻ പോയപ്പോൾ എൻ്റെ കൂടെ പോകുന്നതാ കേട്ടോ. എന്നിട്ട് ഇതാ തോട്ടിൻ്റെ പക്കത്തൊക്കെ വന്ന് കളിക്കുകയാണ് ആള്. പറഞ്ഞാൽ കേൾക്കുന്നേ ഇല്ല. പിന്നെ ഞാൻ എന്നോട് മിണ്ടണ്ട പറഞ്ഞു. എന്നാൽ ശരി നീ ഇങ്ങോട്ട് വായെന്നും പറഞ്ഞിട്ട് ഞാൻ അവളെ അവിടെ നിർത്തിയിട്ട് പോന്നിട്ടുണ്ട് കേട്ടോ. പിന്നെ മുറ്റത്ത് അമ്മ നിൽക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ആ ധൈര്യത്തിൽ കയറി പോന്നു കേട്ടോ. ഈ ചട്ടണിക്കൊക്കെ അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അമ്മ തേങ്ങ ചിരവി തന്ന് തേങ്ങയൊക്കെ പൊളിച്ചിട്ട്, അതുകൊണ്ട് പെട്ടെന്നായി കേട്ടോ. ഇനിയിപ്പോൾ എന്തായാലും ചോറായി, ചോറിലേക്ക് എന്തെങ്കിലുമൊക്കെ കറിയൊക്കെ വെക്കണം എന്ന് വിചാരിക്കുന്നുണ്ട് കേട്ടോ. കുട്ടി ഇടയ്ക്കിടയ്ക്ക് ഈ കാണുന്ന പോലെ അല്ല കേട്ടോ, ആള് ഭയങ്കര വാശി പിടിക്കലൊക്കെ ആയിട്ടേ ഒന്നും പറ്റുകയില്ല. പിന്നെ അവൾക്ക് ഇടയ്ക്ക് ചൂടുവെള്ളം ഉണ്ടാക്കി കൊടുത്തു, വെള്ളം കുടിക്കാനും. രാവിലെ ഈ മഞ്ഞും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് അവൾക്ക് തൊണ്ടവേദനയും ഉണ്ടായിരുന്നു കേട്ടോ തലേ ദിവസം. കുട്ടി ഉറങ്ങിയിട്ടേ ഇല്ല, ഉറങ്ങിയിട്ടില്ല. അപ്പം 2 ദിവസമായിട്ടുണ്ട് കേട്ടോ. ഫസ്റ്റത്തെ ദിവസം എനിക്ക് അങ്ങനെ തോന്നിയില്ല, കുട്ടി ഉറങ്ങാത്തൊക്കെ കണ്ടപ്പോൾ എന്ത് പറ്റി, എൻ്റെ കുട്ടി ഉറങ്ങാത്തതെന്നൊക്കെ വിചാരിച്ചിട്ടോ. പിന്നെ പുലർന്നപ്പോഴേ എനിക്ക് മനസ്സിലായി മൂക്കടഞ്ഞിട്ടും അതേപോലെ കഫക്കെട്ടൊക്കെ കാരണമാണ് അവൾ ഉറങ്ങാതിരുന്നത് കേട്ടോ. പിന്നെ 2ാമത്തെ ദിവസമായപ്പോഴത്തേന് എണീച്ചപ്പോൾ നല്ല പനി. അപ്പോൾ പനിക്ക് ഇനിയിപ്പോൾ എന്തായാലും പഴയ മരുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ എന്തായാലും കുറച്ച് ദിവസം കഴിഞ്ഞതാണ്, അതുകൊണ്ട് ഇനിയിപ്പോൾ ഡേറ്റ് ഒന്നും തീർന്നിട്ടില്ല. എന്നാൽ കൂടി നമ്മൾ ഇനി അവൾ വെയിറ്റൊക്കെ കൂടിയതല്ലേ, അപ്പം പോയി ഒന്നുകൂടി കാണിക്കാൻ പറഞ്ഞു കേട്ടോ. ഒരാഴ്ചേട്ടനോട് വിളിച്ച് പറഞ്ഞപ്പോൾ. അപ്പം നേട്ടന് പണിക്ക് പോകണം എന്നൊക്കെ വിചാരിച്ചിട്ട് നിൽക്കായിരുന്നു. അപ്പോൾ പിന്നെ പണിക്ക് പോയിരുന്നില്ല. അപ്പോൾ വണ്ടിയുടെ ടെസ്റ്റും ഉണ്ട്. അപ്പോൾ അത് ഇന്നാണോ നാളെയാണോ എന്നുള്ള ഒരു കൺഫ്യൂഷനിൽ അങ്ങനെ നിൽക്കുകയായിരുന്നു. അപ്പോൾ അവർ വിളിച്ച് പറഞ്ഞു ഇന്നില്ല എന്ന്. അപ്പോൾ അതുകൊണ്ട് പിന്നെ പണിക്ക് പോകാമെന്ന് വിചാരിച്ചിട്ട് എല്ലാം റെഡിയായി നിൽക്കുമ്പോഴാണ് ഞാൻ വിളിച്ച് പറഞ്ഞ കുട്ടിക്ക് പനിയാണ് എന്ന് കേട്ടോ. അപ്പോൾ എന്നാൽ ശരി ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാറായിട്ട് ബുക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനി 10 മണിയൊക്കെ കഴിയുമ്പോഴത്തേന് ചെല്ലാനാണ് കേട്ടോ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ പറഞ്ഞ സമയത്ത് ചെന്നിട്ടില്ലെങ്കിൽ ചിലപ്പോൾ നമ്മളില്ലാന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നമ്മുടെ മുമ്പിലുള്ള ആളുകളെയൊക്കെ ചിലപ്പോൾ കയറ്റി വിട്ട പിന്നെ അവരുടെയൊക്കെ കഴിഞ്ഞിട്ട് വേണ്ടി വരും പിന്നെ നമുക്ക് കയറാൻ. അപ്പോൾ എന്തായാലും നേരം വഴുകുമല്ലോ. അപ്പോൾ ആ കറക്റ്റ് ടൈമിന് തന്നെ പോകണം എന്ന് വിചാരിച്ചിട്ടൊക്കെ ഞാൻ പെട്ടെന്നാണ് കേട്ടോ പണികളൊക്കെ ഒരുക്കുന്നത്. ഇനിയിപ്പോൾ എന്താവോ എന്തോ കേട്ടോ. നമ്മൾ ഓരോ പണികൾ എടുത്തെടുത്ത് ഇങ്ങനെ വരുമ്പോഴത്തേനും, ഇന്നാണെങ്കിൽ രാവിലെ നോക്കുമ്പോൾ വെള്ളം ഉണ്ടായിരുന്നില്ല കേട്ടോ പൈപ്പിൽ. പിന്നെ പൈപ്പിൽ വെള്ളമൊക്കെ വന്നിട്ടാണ് പാത്രങ്ങളൊക്കെ കഴുകിയെടുത്തതൊക്കെ കേട്ടോ. അപ്പോൾ എല്ലാവരും ദിവസം ഓരോരുത്തർ പോയി വെള്ളം അടിക്കാറാണ് കേട്ടോ. അങ്ങനെ അമ്മയ്ക്കുള്ള ചായയും കടിയൊക്കെ ആക്കി അമ്മ ചായയൊക്കെ കുടിച്ചു. അമ്മ അങ്ങനെ പണിക്ക് പോയി. പിന്നെ ഞാനും തന്നെ അവൾക്ക് കഴിക്കാണ്ടാക്കി കൊടുക്കാറപ്പോൾ നമുക്ക് ദോശ വേണ്ട പറഞ്ഞു കേട്ടോ. അപ്പം 2 പ്രാവശ്യം ഒന്നും അവൾ റസ്ക്കും ചായ തന്നെ കുടിച്ചിട്ടു. ഞാൻ പിന്നെ പാലൊഴിച്ച ചായയും കൊടുത്തില്ല, ഇനി കഫക്കെട്ട അധികമായോ എന്ന് വിചാരിച്ചിട്ടേ. അപ്പം റസ്ക്കും കട്ടൻ കാപ്പിയൊക്കെ ഇട്ട് കൊടുത്തു കേട്ടോ. പിന്നെ എല്ലാം കഴിഞ്ഞിട്ടാണ് പിന്നെ ഞാനൊന്ന് പല്ല് തേച്ച് ചായ കുടിച്ചപ്പോഴത്തേനൊക്കെ സമയം 9 മണി കഴിഞ്ഞിരിക്കുന്നു കേട്ടോ. പിന്നെ ഇതിനിടയിൽ ഞാൻ മുറ്റടിക്കാനൊക്കെ പോയി. മുറ്റടിക്കണ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല കേട്ടോ. അപ്പോൾ അങ്ങനെ അവൾക്ക് ഇതിനിടയിൽ ഒന്ന് ഉറങ്ങണം പറഞ്ഞു. പിന്നെ അവളെ ഒന്ന് ആട്ടി ഉറക്കി അതൊക്കെ കഴിഞ്ഞ് വന്നപ്പോഴത്തേനെ കുറച്ച് സമയമായിരുന്നു. പിന്നെ അങ്ങനെ നമ്മൾ വേഗം പുറപ്പെട്ടു. പിന്നെ അവളെ ഒന്ന് മേലൊക്കെ ഒന്ന് തുടച്ച് അങ്ങനെ
ഞങ്ങളെല്ലാവരും കൂടി ഇതാ ഹോസ്പിറ്റലിൽ പോവാട്ടപ്പോഴത്തേന് രാജേട്ടൻ റെഡിയായി വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. കനാലിൽ കഴിഞ്ഞ ദിവസം വെള്ളം വിട്ടിട്ടുണ്ടായിരുന്നു, നിർത്തും ചെയ്തു കേട്ടോ. 2 ദിവസം തയ്ച്ചു വിട്ടില്ല, അപ്പോഴത്തേനും നിർത്തും ചെയ്തു കേട്ടോ. അപ്പോൾ അങ്ങനെ ഇതാ ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ ഹോസ്പിറ്റലിലേക്ക്. അപ്പോൾ തച്ചമ്പാറയാണ് പോണത്. അപ്പോൾ ബുക്ക് ചെയ്തുകൊണ്ട് പിന്നെ പ്രശ്നമില്ല കേട്ടോ. 10 or 11 ടോക്കൺ നമ്പർ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇനി ചെല്ലുമ്പോഴത്തേന് എന്താ അവസ്ഥ എന്നറിയില്ല. അങ്ങനെ ഞങ്ങൾ എന്തായാലും ഹോസ്പിറ്റലിൽ എത്തിയിട്ടോ. ഇനിയിപ്പോൾ എന്തായാലും ടോക്കൺ നമ്മൾ ബുക്ക് ചെയ്തതല്ലേ, അപ്പോൾ ഇനി എന്തായാലും ഫീസൊക്കെ അടച്ചിട്ട് ടോക്കൺ എടുക്കട്ടെ കേട്ടോ. അങ്ങനെ ഞങ്ങൾ ഡോക്ടറെ അടുത്ത് ചെന്നപ്പോൾ അവിടെ കൗണ്ടറിൽ ആളുകളൊക്കെ കുറച്ച് വന്ന് തുടങ്ങുന്നേ ഉള്ളൂ കേട്ടോ. അങ്ങനെ കുറച്ച് നേരം അവിടെ വെയിറ്റ് ചെയ്ത് നോക്കുമ്പോൾ ഡോക്ടർ വന്നിട്ടില്ല. പിന്നെ നമ്മൾ ഒരേ കാലിച്ചായൊക്കെ കുടിച്ചു, കുഞ്ഞാറ്റയ്ക്ക് കുറച്ച് ചൂടുവെള്ളമൊക്കെ മേടിച്ചു കൊടുത്തു. പിന്നെ അങ്ങനെ ഡോക്ടർ വന്നു, ഡോക്ടറൊക്കെ കാണിച്ചു കേട്ടോ. ഇതിനിടയിൽ മരുന്ന് മേടിക്കാൻ വേണ്ടി നിൽക്കുമ്പോഴത്തേനും അവള് ഭയങ്കര വാശി, ഏട്ടൻ്റെ ഒക്കത്തുനിന്ന് ഇറങ്ങുന്നേ ഇല്ല കേട്ടോ. ഭയങ്കര പിടിവാശി. അപ്പം പിന്നെ എന്നെയും കുട്ടീനെയും കൂടി ഇങ്ങോട്ട് പറഞ്ഞു വിട്ടിരിക്കുക, വണ്ടിയിൽ പോയിരുന്നു എന്നും പറഞ്ഞിട്ടോ. അപ്പം അങ്ങനെ ഞാനും കുഞ്ഞാറ്റയും കൂടി വണ്ടിയിൽ വന്നിരിക്കുകയാണ് കേട്ടോ. അതൊക്കെ കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ ഏട്ടൻ ഇതാ ബില്ലൊക്കെ അടച്ചിതാ മരുന്നൊക്കെ മേടിച്ചിട്ട് വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ എന്തെങ്കിലുമൊക്കെ ഇവർക്ക് മേടിക്കണ്ടേന്നൊക്കെ വിചാരിച്ചിട്ട് കറി വെക്കാനൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ കറി വെക്കാൻ എന്തെങ്കിലുമൊക്കെ മേടിക്കണം എന്നൊക്കെ വിചാരിച്ചിട്ട് അങ്ങനെ കടയിൽ കയറി കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ച് നേരെ ഞങ്ങളിതാ വീട്ടിലേക്ക് പോവുകയാണ് കേട്ടോ. ഇനിയിപ്പോൾ ഇവിടെ ചെന്നിട്ട് വേണം, വീട്ടിലെത്തിയിട്ട് വേണം അവർക്ക് മരുന്ന് കൊടുക്കണം. അവിടെ നിന്ന് തന്നെ കൊടുക്കാൻ പറഞ്ഞതാട്ടോ ഡോക്ടർ. അപ്പോൾ ഞാൻ എന്തായാലും വീട്ടിലെത്തിയിട്ട് കൊടുക്കാമല്ലോ എന്നൊക്കെ വിചാരിച്ചിട്ട് അപ്പോൾ എന്തായാലും അവൾക്കൊരു മൈസൂർ പാക്ക് മേടിച്ചു കൊടുത്തിട്ടോ. വേറെ ഒന്നും അവൾ കണ്ണി കണ്ട കോലുമിഠായി അത് ഇത് എന്നൊക്കെ പറഞ്ഞ് വാശി പിടിക്കുകയൊക്കെ ചെയ്തു കടയിൽ കയറിയപ്പോൾ. അപ്പോൾ അതൊന്നും മേടിച്ചു കൊടുത്തില്ല കേട്ടോ. അങ്ങനെ എന്തായാലും ഞങ്ങൾ വീട്ടിലെത്തി. ഇനിയിപ്പോൾ അവൾക്ക് മരുന്ന് കൊടുക്കാനുള്ള തയ്യാറെടുപ്പിലാണ് കേട്ടോ. അപ്പോൾ രാവിലെ എന്തായാലും ചൂടുവെള്ളമൊക്കെ അവിടെ നിന്ന് കടയിൽ നിന്ന് മേടിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. എന്നാലും തൊണ്ട വലിയുന്നുണ്ട്, ജലദോഷമൊക്കെ ആകുമ്പോൾ ഉള്ളിൽ നല്ല പനി ഉണ്ടാവുമല്ലോ ഈ കഫക്കെട്ടുണ്ടെങ്കിൽ. അപ്പം ഞങ്ങൾ വന്നപ്പോൾ തന്നെ അവൾ പറഞ്ഞു വെള്ളം വേണം. അപ്പോൾ ഏട്ടൻ കുറച്ച് ചൂടുവെള്ളമൊക്കെ എടുത്ത് മാറ്റിയിട്ട് അവൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് വരുന്നുണ്ട് കേട്ടോ. ചൂടുവെള്ളം കൊണ്ടുവന്ന് കൊടുത്തപ്പോൾ പറഞ്ഞു എനിക്കിപ്പോൾ വേണ്ടാന്ന് കേട്ടോ. മരുന്ന് കൊടുക്കാൻ തുടങ്ങിയതായിരുന്നു കേട്ടോ. മരുന്ന് കൊടുക്കാമല്ലോ എന്ന് പറഞ്ഞതും അപ്പോൾ അവൾ പറഞ്ഞു എനിക്ക് ചൂടുവെള്ളം വേണമെന്ന്. അപ്പോൾ അങ്ങനെ ചൂടുവെള്ളം കൊടുത്തപ്പോൾ പറഞ്ഞു എനിക്കിപ്പോൾ വേണ്ടാന്ന് കേട്ടോ. പിന്നെ ഞാനും കുറച്ച് നിർബന്ധിച്ചു എന്നാൽ കുടിക്കുകയാണ്. അപ്പോൾ വാശി പിടിക്കുക തന്നെയാണ് കേട്ടോ. അപ്പോൾ എന്നിട്ട് പിന്നെ ഏട്ടൻ്റെ അടുത്ത് നിർത്തിയിട്ട് ഞാൻ എന്തായാലും മരുന്ന് എല്ലാം കൊടുക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് മരുന്ന് സമയത്തിന് കൊടുത്തിട്ടില്ലെങ്കിൽ എന്താണെന്നറിയോ, നമ്മൾ പിന്നെ ഒരാളെ ഇപ്പം വേണേനും അവളെ പിടിക്കാനൊക്കെ കേട്ടോ. എന്നെയും കൂടെ ഒറ്റയ്ക്ക് സാധിക്കില്ല. അവൾ തലയിട്ടിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പിടിച്ചാൽ ഒന്നും പറ്റില്ല കേട്ടോ. കൈ പിടിക്കാനും അവളുടെ തല പിടിക്കാനും ഒന്നും പറ്റില്ല. മരുന്ന് കുടിക്കാൻ ഭയങ്കര മടിയുള്ള ആളാട്ടോ കുഞ്ഞാറ്റ. നമ്മുടെ ഓരോ ദിവസങ്ങൾ ഇങ്ങനെയൊക്കെയാണ് അങ്ങനെ തള്ളി നീക്കി പോരുന്നത് കേട്ടോ. കൂട്ടുകാരെന്തൊക്കെയാണ് വിശേഷം എല്ലാവരും ഞാൻ നേരത്തെ ചോദിച്ചു തോന്നുന്നു കേട്ടോ. ഓരോന്ന് പറഞ്ഞു വരുമ്പോൾ ചിലപ്പോൾ നമ്മളതങ്ങനെ വിട്ടുപോകും കേട്ടോ. അപ്പോൾ എല്ലാവരും നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്ത് സഹായിക്കാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ വീഡിയോ ആദ്യമായിട്ട് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ. ഇനി മരുന്ന് കൊടുക്കട്ടെ കേട്ടോ. അപ്പോൾ 2-3 തരമുണ്ട്. കഫക്കെട്ടിനുള്ളതുണ്ട്, പനിക്കുള്ളതുണ്ട്, പിന്നെ അലർജിക്കുള്ളതൊക്കെ ഉണ്ട് കേട്ടോ. ഈ തുമ്മലും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് എനിക്കും തന്നെ കേട്ടോ സ്കിന്നിൻ്റെ പ്രോബ്ലം എപ്പോഴും ഉണ്ടാവാറുണ്ട് കേട്ടോ. ഈ വേനൽക്കാല നമുക്ക് ഈ കാറ്റുകാലമൊക്കെ ആയ മഞ്ഞുകാലമായ എപ്പോഴും എനിക്ക് ഈ അലർജിയുടെ പ്രശ്നം ഉണ്ടാവാറുണ്ട് കേട്ടോ. സ്കിന്നിങ്ങനെ പൊടിയൊക്കെ ആയിട്ടുണ്ടെങ്കിൽ ചൊറിഞ്ഞിങ്ങനെ പൊട്ടൽ അങ്ങനെയുള്ള പ്രശ്നങ്ങൾ കേട്ടോ. അതുപോലെ തന്നെയാണ് കുഞ്ഞാറ്റയ്ക്ക് കേട്ടോ. അപ്പോൾ അവൾക്ക് അലർജിക്കുള്ള മരുന്നും കൂടി ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എന്തായാലും ഒരു 2-3 തരമുള്ളത് കൊണ്ട് ഇനിയിപ്പോൾ ഏതൊക്കെ ഒപ്പം കൊടുക്കണ്ടെന്നൊക്കെ പറഞ്ഞിട്ടേ ആദ്യം ഞാൻ പനിക്കുള്ളത് കൊടുത്തു. അതല്ലേ ഇപ്പം നമുക്ക് അത്യാവശ്യം. അപ്പോൾ എന്തായാലും പനിക്കുള്ളത് കൊടുത്തതിന് ശേഷം പിന്നെ വേറെ 2-3 ഐറ്റം ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഓരോ നേരെ കൊടുക്കണ്ടായിരുന്നല്ലോ, എല്ലാം കൂടി ഒരുമിച്ചേട്ടൻ കൊടുക്കണ്ടെന്ന് പറഞ്ഞു കേട്ടോ. പിന്നീട് ഇനി എന്തായാലും അവൾക്ക് ഉറങ്ങണം എന്നൊക്കെ പറഞ്ഞു. രാവിലെ ഇന്ന് റസ്ക് മാത്രമേ കഴിച്ചിട്ടുള്ളൂ കേട്ടോ. ദോശ എന്തെങ്കിലുമൊക്കെ കഴിക്കാമെന്നൊക്കെ വിചാരിച്ചിട്ട് ഉണ്ടാക്കി കൊടുക്കണം എന്ന് വിചാരിച്ച് ഞാൻ മാവ് വേറെ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവൾക്ക് ദോശയൊന്നും വേണ്ട, വായ കഴിച്ചിട്ട് എന്താണെന്നറിയില്ല. ഇപ്പം നമുക്കാണെങ്കിലും പനി വന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ അവസ്ഥ അറിയാലോ. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു എന്നറിയോ, കുറച്ച് മാവ് മാറ്റി വെച്ചു കേട്ടോ. പിന്നെ ഞാൻ എന്തായാലും കഞ്ഞി കൊടുക്കാമല്ലോ എന്ന് വിചാരിച്ചപ്പോൾ കഞ്ഞി വേണ്ട, കുറേ നിർബന്ധിച്ചു കേട്ടോ. കഞ്ഞി ഒരു 2 വായെങ്കിലും കുടിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അതൊരു എനർജി ആണല്ലോ, നമുക്ക് കുട്ടികൾക്ക് നമുക്കാണെങ്കിലും ഒരു ഉന്മേഷം ഉണ്ടാവുമല്ലോ, ക്ഷീണം ഉണ്ടാവില്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് കേട്ടോ. എങ്ങനെ കൊടുക്കാൻ നോക്കിയിട്ട് അവൾ കുടിക്കുന്നേ ഉണ്ടായിരുന്നില്ല കേട്ടോ. പിന്നെ വാശി പിടിക്കുക തന്നെയായിരുന്നു. പിന്നെ അതിന് ശേഷം കുറച്ച് ചൂടുവെള്ളമൊക്കെ കുടിച്ച് അങ്ങനെ ഉറങ്ങണം എന്ന് പറഞ്ഞിട്ട് കുട്ടിക്ക് ശരീരം തളർന്നിട്ട് എന്താ അറിയില്ല. നമുക്ക് പനി നല്ല വന്നാൽ നമുക്ക് അങ്ങനെയാണല്ലോ, കിടക്കണം എന്നുള്ളൊരു ടെൻഡൻസി ആയിരിക്കില്ലേ. പിന്നെ അങ്ങനെ അതാ അവളെ കൊണ്ടുപോയി ഞാൻ ആട്ടി ഉറക്കുകയാണ് കേട്ടോ. ഇതിനിടയിൽ രാശേട്ടൻ പിന്നെ യാത്രയൊക്കെ പറഞ്ഞിട്ട് ഞങ്ങളോട് ഇനിയിപ്പോൾ ഏട്ടനെ എങ്ങടാ പോകണത്, ഇനി വണ്ടിയുടെ ടെസ്റ്റ് ഇപ്പോൾ എന്തായാലും ഒന്നും ആയിട്ടുമില്ല. അപ്പോൾ അതൊക്കെ ഒന്ന് ആയി വന്നാലിപ്പോൾ മനസ്സിനൊരു സമാധാനം ഉണ്ടാവുള്ളൂ. എല്ലാം കൂടി ഒരുമിച്ചേട്ടോ. വരുമ്പോൾ എല്ലാം കൂടിയും വണ്ടിയും പിടിച്ച് വന്നിരിക്കുകയാണ് കേട്ടോ. ഇനിയിപ്പോൾ നാളെ എന്ത് എന്നുള്ളത് പറഞ്ഞ് ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ അതിനെ നമുക്ക് സമയം കാണുള്ളൂ എന്നൊക്കെ പറയണേ. അപ്പോൾ കൈവേദനയും മുട്ടിലിപ്പോൾ ബെൽറ്റ് ഇട്ടുകൊണ്ട് നടക്കുന്നതന്നെയാണ് കേട്ടോ ഏട്ടൻ. അപ്പോൾ ഇനിയിപ്പോൾ എന്തായാലും ഇനിയിപ്പോൾ ഒന്ന് മെനക്കെടണം. ഹോസ്പിറ്റൽ കേസ് തന്നെ കുറച്ച് ദിവസങ്ങളായിട്ട് കേട്ടോ നമുക്ക്.
അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഡെയിലി വീഡിയോസ് ഇടണം എന്നൊക്കെ വിചാരിക്കും കേട്ടോ. എവിടെ നമുക്കൊന്നിനും പറ്റില്ല. കാരണം ഇപ്പോൾ അമ്മയ്ക്ക് പണി കൂടി തുടങ്ങിയോടത്തുന്നേ ഭയങ്കര ഒരു ഇതാണ് കേട്ടോ. ഇനിയിപ്പോൾ അവളെ ഉറക്കിയിട്ട് വേണം, രാജേട്ടൻ അങ്ങനെ രാത്രിയും പറഞ്ഞ ഏട്ടൻ പോയിട്ടോ, ഇനി അവളെ ഉറക്കിയിട്ട് വേണം. ഇനിയിപ്പോൾ ഉപ്പേരിക്ക് ഞാൻ കുറച്ച് പച്ചക്കറിയൊക്കെ മേടിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പയർ മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനി എന്തായാലും ആ പയറൊക്കെ ഒന്ന് പൊട്ടിച്ചു. അപ്പോഴൊന്നും ഞാൻ വീഡിയോ ഒന്നും എടുത്തില്ല കേട്ടോ. ഇനിയിപ്പോൾ എന്തായാലും പയറൊക്കെ പൊട്ടിച്ച് പയറുപ്പേരിയൊക്കെ വെക്കണം അമ്മ വരുമ്പോഴത്തേന് കേട്ടോ. കറിയൊന്നുമില്ല. അപ്പം ഇനി ഉപ്പേരി കൂട്ടിയിട്ട് തന്നെ ഇന്ന് കഞ്ഞി കുടിക്കണം കേട്ടോ. അപ്പം ഇന്ന് ഞാനെന്തായാലും ഉള്ളിയും പച്ചമുളകൊക്കെ എന്തായാലും അരിഞ്ഞു വെച്ചിട്ടുണ്ട്. അതൊക്കെ ഒന്ന് വാട്ടിയെടുത്തിട്ട് പയറും കൂടി ഇട്ടിട്ട് ഒന്ന് വേവിച്ചെടുക്കട്ടെ കേട്ടോ. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ കൂട്ടുകാരെ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് വിശ്വസിക്കുന്നു. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരുപാട് കൂട്ടുകാർ നമ്മുടെ വീഡിയോസ് കാണുന്നുണ്ട്. എല്ലാവരും നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ. നിങ്ങളുടെ സപ്പോർട്ടൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഇനി മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ കേട്ടോ. അപ്പോൾ എന്തായാലും ഞാൻ ഉപ്പേരിയൊക്കെ ഒന്ന് ആവട്ടെ കേട്ടോ. അപ്പോഴത്തേന് അമ്മ വിളിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ, ഗ്യാസുകാർ വിളിച്ചിരിക്കണമെന്നും പറഞ്ഞിട്ട് കേട്ടോ. അമ്മയുടെ കയ്യിലാണ് ഗ്യാസുകാരുടെ നമ്പർ കേട്ടോ. അപ്പോൾ ഇനിയിപ്പോൾ വരുമ്പോൾ ഇനി എന്ത് ചെയ്യും എന്നൊക്കെ പറഞ്ഞിട്ട് അമ്മ ഇനി പറഞ്ഞു ഞാൻ വരട്ടെ എന്നൊക്കെ പറഞ്ഞു കേട്ടോ. ഇനിയിപ്പോൾ വരികയാണെങ്കിൽ ഞാൻ ഇങ്ങോട്ട് പറഞ്ഞുവിടാന്നും പറഞ്ഞു കേട്ടോ. അപ്പോൾ അങ്ങനെ അതും ഇങ്ങനെ ഓർത്തിട്ട് ഇങ്ങനെ ഞാൻ വേഗം പണിയൊക്കെ ഒരുക്കാം കേട്ടോ. അമ്മ വന്നിട്ട് വേണം ഇനിയിപ്പോൾ ഗ്യാസുകാർ വരികയാണെങ്കിൽ ഗ്യാസ് ഇറക്കണം. അപ്പോൾ ഇനിയിപ്പോൾ ഇത് അവൾ എണീക്കും കൂടി ചെയ്താൽ വാശി പിടിച്ചാൽ ഒന്നും നടക്കില്ല കേട്ടോ. അപ്പോൾ ഓരോരോ കാര്യങ്ങൾ ഒരു പണി ഒരുക്കുമ്പോഴത്തേനും മറ്റേ പണി ഒരുക്കണം പറഞ്ഞിട്ടായിരിക്കും അവൾ എണീക്കുമ്പോഴത്തേനും. എന്നിട്ട് തന്നെ ഞാൻ ഇന്ന് വൈകുന്നേരം വരെ ആട്ടിയും കൊണ്ട് നിൽക്കേണ്ടി വരും. ക്ഷീണം കാരണം ഇതിനിടയിൽ 2-3-4 പ്രാവശ്യം അവൾ എണീച്ചു. ഞാൻ ആട്ടാൻ പോവുകയൊക്കെ ചെയ്തു കേട്ടോ. അപ്പോൾ കുട്ടിക്ക് ഈ ക്ഷീണവും പിന്നെ ഈ മൂക്കടപ്പൊക്കെ കാരണമാണ്. മൂക്കിൽ ഉള്ള നാസൽ ഡ്രോപ്സൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ ഇങ്ങനെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ട് കുട്ടിക്ക് കുറേ ഒരു സമാധാനം ഉണ്ട്. എന്നാലും ഇങ്ങനെ ക്ഷീണം കാരണം ഇടയ്ക്കിടയ്ക്ക് എണീച്ചിട്ട് ഇങ്ങനെ വിളിക്കുക കേട്ടോ. അപ്പോൾ ഞാൻ കുറേ നേരം പോയിട്ട് ഇങ്ങനെ ആട്ടും. അങ്ങനെയൊക്കെ ആയിട്ടിപ്പോൾ ഞാനിതാ ഉപ്പേരിയൊക്കെ അടുപ്പത്ത് വെച്ചു. ഇനി ഉപ്പേരി വെന്ത് വരണം കേട്ടോ. എന്നിട്ട് വേണം എനിക്കും തന്നെ ഒരു തുള്ളി കഞ്ഞി കുടിക്കണമെങ്കിൽ കേട്ടോ. രാവിലെ പിന്നെ ആ 2 ഇഡ്ഡലി കഴിച്ചിട്ട് പോയതാണ് കേട്ടോ. പിന്നെ ഒന്നും കഴിച്ചില്ല. പിന്നെ ഞങ്ങൾ കടയിൽ കയറിയിട്ടൊരു കാലിച്ചായ കുടിച്ചു എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ അങ്ങനെ ഇതാ ഉപ്പേരിയൊക്കെ അടുപ്പത്തായി വെന്തു. ഉച്ചയ്ക്ക് അമ്മയൊക്കെ വന്നു. ഞാനും അമ്മയൊക്കെ ഒരുമിച്ചിരുന്നിട്ട് തന്നെ കേട്ടോ ഭക്ഷണമൊക്കെ കഴിച്ചത്. അപ്പോൾ കുട്ടി ഇതാ നല്ല ഉറക്കമാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. ടാറ്റാ ബൈ ബൈ.